ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ വന്നിട്ട് ആർ കെ നാരായണൻ്റെ എസ്സേ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയറിൽ MEG 07 ആർ കെ നാരായണൻ്റെ 2 വർക്ക് പഠിക്കാനുണ്ട്. അതിൽ 2 എസ്സേ ചോദിക്കുമ്പോഴും അത് കമ്പൈൻഡായിട്ട് ചോദിക്കുമ്പോഴും ഇൻട്രൊഡക്ഷൻ ഒന്ന് എഴുതണം. ആ ഇൻട്രൊഡക്ഷൻ എന്താണെന്നാണ് ഇതിൽ എടുക്കുന്നത്. അപ്പോൾ അതിലേക്കൊന്ന് പോവാം. One of the most famous Indian writers in English language, R.K. Narayan was born in 1906 in Madras. അപ്പോൾ അദ്ദേഹം എവിടെയാണ് ജനിക്കുന്നത്? ഇന്ന് ചെന്നൈ എന്നറിയപ്പെടുന്ന മദ്രാസിലാണ് 1906 ജനിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററിൽ വെച്ച് ഏറ്റവും ഒരു ഫേമസ് ആയ വ്യക്തിയാണ് ആർ കെ നാരായൺ. He was educated in Mysore and settled there for over half a century. അപ്പോൾ ഒരു സെഞ്ചുറി കണ്ട ആളാണ് ഇവരെന്ന് പറയാം. കാരണം അവരുടെ ആയുസ് അത്രത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 100 വയസ്സ് വരയ്ക്കോളം അവർ ജീവിച്ചു എന്ന് വേണം പറയാൻ. Narayan created the enchanting fictional world of Malgudi through his several novels and short stories which captivated his readers throughout the world and more recently millions of Indian television viewers who saw TV adaptation of many Malgudi stories. നമ്മൾ ആർ കെ നാരായണൻ്റെ സ്റ്റോറി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു നാട് എന്ന് ഒരു നാടുണ്ട് നമ്മുടെ മനസ്സിൽ കടന്നു വരും. അത് വേറൊന്നുമല്ല, മാൽഗുഡി ഡേയ്സ് എന്നുള്ള ഒരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ മാൽഗുഡിയിൽ നടക്കുന്നതായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറീസും കൺസ്ട്രക്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊരു ഫിക്ഷീഷ്യസ് ടൗൺ ആണ്, അത് റിയാലിറ്റി അല്ല. അപ്പോൾ ഒരു മാജിക്കൽ പവർ ഓളം ഉള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ മാൽഗുഡി എന്നുള്ള ടൗണിനെ പറ്റി ഇതിൽ പറയുന്നത്. പല അഡാപ്റ്റേഷൻ ടെലിവിഷൻ വ്യൂവേഴ്സൊക്കെ എത്രയോ തവണ കണ്ടിരിക്കണു ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോറി കളക്ഷൻ. ഓരോ കളക്ഷനിൽ ഓരോ സ്റ്റോറിയും മാൽഗുഡിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത്. ഹിസ് ഫേമസ് വർക്ക്സ് ആർ മാൽഗുഡി ഡേയ്സ് ആൻഡ് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. എല്ലാവരും ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഈ കാലം വരെ പഠിച്ച ആൾക്കാർ സ്വാമി ആൻഡ് ഫ്രണ്ട്സ് എന്തായാലും വായിക്കാതിരുന്നുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അതേപോലെ പോപ്പുലറായത് ഇനിയൊന്ന് മാൽഗുഡി ഡേയ്സ് ആണ്. നാരായൺ ഹാസ് എ ഹ്യൂമറസ് വേ ഓഫ് പ്രസൻറ്റിംഗ് ലൈഫ് അറൗണ്ട് ഹിം. അപ്പോൾ നിങ്ങൾ കുറേ പേരും ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഫുൾ തമാശയാണ് വെളിപ്പെടുത്തുന്നത്. എത്രയോ തമാശ ഒരു ലൈഫിൽ. അതായത് അത് ഒരു തരം കോമഡി ഓഫ് മാനേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൻ്റെ എക്സാമ്പിളായിട്ട് ഇവരുടെ ചില കഥകളൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും. ആൾക്കാരുടെ സ്വഭാവവും ഭാവവും ഇതൊക്കെ തന്നെ അതിൽ വെളിപ്പെടുത്താറുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ പലതും തമാശയോടെ പറയാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നോവൽ സ്വാമി ആൻഡ് ഫ്രണ്ട്സ് in 1935 and its successor Bachelor of Arts in 1937 are both set in enchanting fictional territory of മാൽഗുഡി. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സ്വാമി ആൻഡ് ഫ്രണ്ട്സും ബാച്ചലർ ഓഫ് ആർട്സും മാൽഗുഡി എന്നുള്ള നാട്ടിലാണ് സംഭവിക്കുന്നതായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവൽ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അതേതാണ്? സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. എന്തായാലും നിങ്ങളുടെ MA കോഴ്സിൽ ഇത്രയും സിമ്പിളായ ചോദ്യമൊന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ളതൊക്കെ essay ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആർ കെ നാരായണനെ പറ്റി നിങ്ങളടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവൽ എന്താണെന്ന് ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയുക സ്വാമി ആൻഡ് ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ടാണ് ബാച്ചലർ ഓഫ് ആർട്സ്. ഹിസ് ബുക്സ് ആർ റെഗുലർലി പബ്ലിഷ്ഡ് ഇൻ USA, UK ആൻഡ് ഇന്ത്യ ആൻഡ് ഹാവ് ഓൾസോ ബീൻ വൈൽഡ്ലി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു സെവറൽ യൂറോപ്യൻ ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജസ്. അപ്പോൾ ഒരു ഇന്ത്യൻ റൈറ്ററായിട്ട് എവിടെയൊക്കെയാണ് പോപ്പുലറായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വർക്ക്? തീർച്ചയായും അത് ഇന്ത്യക്കകത്ത് മാത്രമല്ല. അപ്പോൾ US-ലും UK-ലൊക്കെ പബ്ലിഷ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു റൈറ്ററിന് ഉള്ളത്? ഹിസ് നോവൽ The Guide
won him the National Prize of Indian Literary Academy, the country's highest literary honor. അപ്പോൾ കഴിഞ്ഞ സെൻറ്റൻസിൽ നമ്മൾ അറിഞ്ഞത് ഇംഗ്ലീഷിൽ മാത്രമല്ല, ഇംഗ്ലീഷിലാണ് ഇവർ എഴുതിയത്, എന്താണ് സ്വാമി ആൻഡ് ഫ്രണ്ട്സും ഇങ്ങനത്തെ സ്റ്റോറീസൊക്കെ. പക്ഷേ യൂറോപ്യൻ ലാംഗ്വേജിൽ വേറെ പല ലാംഗ്വേജിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടായാലും പഠിക്കുന്നുണ്ട് അവിടെ. എന്നാലും അവാർഡ് കിട്ടിയ ഒരു വർക്കെന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഗൈഡ് എന്നാണ്. അതും ഞാൻ എൻ്റെ വീഡിയോസിൽ ഇടുന്നുണ്ട്, ദ ഗൈഡ്. അതും കുറച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ളൊരു ചില കാര്യങ്ങളാണ്. ഇതൊക്കെ പണ്ട് ഇന്ത്യയിൽ നടന്നിട്ടിരുന്ന സാധാരണ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു നോവലാണ് നാഷണൽ പ്രൈസ് ഓഫ് ദ ഇന്ത്യൻ ലിറ്റററി അക്കാഡമി കൊടുത്തത്. അപ്പോൾ ലിറ്ററേച്ചറിൽ വെച്ച് കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ അംഗീകാരമാണ് ദ ഗൈഡ് എന്നുള്ള ഒരു നോവലിൽ അദ്ദേഹത്തിന് കിട്ടിയത്. ഹി വാസ് അവാർഡഡ് ദ AC Benson Medal in 1980 by the Royal Society of Literature, and in 1981 he was made an honorary member of the American Academy and Institutes of Arts and Letters. അങ്ങനെ ഇദ്ദേഹത്തിന് കിട്ടിയ പ്രൈസുകളും അംഗീകാരം മാത്രമാണ് ഇതൊക്കെ. അപ്പോൾ ഇതിലൊന്നും കാര്യമായിട്ട് പറയാനില്ല. In addition to 4 collection of short stories, A Horse and Two Goats, An Astrologer's Day, and other stories, Lavely Road and Malgudi Days, he has published 2 travel books for collection of essays and several other books. അപ്പോൾ ഇതൊക്കെ അവരുടെ ഷോർട്ട് സ്റ്റോറി ഏതൊക്കെയാണ്? നമുക്കിതിൽ പഠിക്കാനുള്ളത് ആൻ അസ്ട്രോളജേഴ്സ് ഡേ ആണ്. പക്ഷേ പിന്നെ വേറെയും ചിലത് ഉണ്ട്. അപ്പോൾ ഷോർട്ട് സ്റ്റോറിയിൽ വെച്ച് ഏറ്റവും പോപ്പുലർ ഏതൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. അത് ക്ലിയറായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. His biography, R.K. Narayan, The Early Years, provides a splendid insight into the first 4 decades of his life. The famous cartoonist R.K. Lakshman is his brother. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി ഏതാണ് എന്നുള്ളത് ബയോഗ്രഫി ഇതിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഫേമസ് ആയിട്ടുള്ള കാർട്ടൂണിസ്റ്റ് R.K. ലക്ഷ്മൺ ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. ഹീ ഡൈഡ് ഓൺ 13th May 2001. അപ്പോൾ ഏകദേശം ഒരു സെഞ്ച്വറിയുടെ അടുത്തോളം ഇദ്ദേഹം ജീവിച്ചു എന്ന് പറയാം. ആയുസ് കണ്ടില്ല എത്രയുണ്ടെന്ന്. അപ്പോൾ May 2001 ഇദ്ദേഹം മരിക്കുന്നത്. 1906 ജനിച്ചിട്ട് 2001 മരിക്കുന്നത്. Following is the In Memorial by Dr. Lola Logo Prabhu, published in University Today, dated June 1st, 2001. ഇൻ മെമ്മോറിയം എന്നുള്ളതും അതിൻ്റെ തുടർച്ചയായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ ഈ എസ്സേയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർക്ക്സാണ് R.K. നാരായണൻ്റെ മാക്സിമം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഏത് എസ്സേ ചോദിച്ചാലും ചാപ്റ്റർ അറ്റ് എ ഗ്ലാൻസ് എന്നുള്ള ഈ ടോപ്പിക്കിൽ വരുന്ന ഈ ഇൻട്രൊഡക്ഷൻ കമ്പൽസറി ആയിട്ടും നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ ഇതിൽ ജനിച്ചതും മരിച്ചതും ഡേറ്റ് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് എഴുതണം എന്നില്ല. പക്ഷെ ബാക്കിയൊക്കെ എവിടെ പഠിച്ചതും ഇപ്പോൾ പഠിച്ചതും വളർന്നതുമൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് അത് PG സ്റ്റുഡൻസ് എഴുതണമെന്ന് പ്രതീക്ഷിക്കില്ല. പക്ഷേ ഒരു കണ്ടിന്യൂറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് എഴുതാം. അപ്പോൾ അദ്ദേഹം മൈസൂരിലും പഠിച്ചു, ചെന്നൈയിലും പഠിച്ചു, ഇതൊക്കെ ഒരു വരിയിൽ ഇതൊക്കെ എഴുതി ഒതുക്കുന്നത് നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്തത് എന്താ വെച്ചാൽ മാൽഗുഡിയെ പറ്റി വർണ്ണിച്ചതും ആ മാൽഗുഡിനെ ബേസ് ചെയ്തിട്ട് എഴുതിയ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷനിൽ എന്തായാലും ചേർത്തണം. അപ്പോൾ ഇതൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.